അവിടെ മഞ്ഞ് വന്ന് നല്ല മൂടി നിൽക്കുന്നുണ്ട്. കാണുന്നത് അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, ഒരു ശിവൻ്റെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ബാക്കിൽ കാണുന്നതാണ് അർക്കാവതി റിവറിൻ്റെ ഉദ്ഭവസ്ഥാനം. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ മണ്ണിൻ്റെ അടിയിലോട്ട് പോയി ഏതോ റിവറിലേക്ക് ചേരുന്നതെന്നൊക്കെയാണ് ഇവിടുത്തെ ഹിസ്റ്ററി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. മെയിൻ എൻട്രീന് താഴെയാണത്. ആ താഴ്ഭാഗത്താണ് ബൈക്കുകളും മറ്റുമൊക്കെ പാർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ബൈക്ക് എൻട്രീസ് ഇല്ല, കാർ മാത്രമേ എൻട്രീസ് ഉള്ളൂ. സ്റ്റോൺ ടെമ്പിൾ, ഞാനിപ്പോൾ പേരിട്ടാണ് സ്റ്റോൺ ടെമ്പിളിന്. നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോയി ഇങ്ങനെ ചുറ്റി വന്ന് ഇപ്പോൾ നമ്മൾ ഇതുവഴി ഇത്രയും 300 സ്റ്റെപ്സ് ഉണ്ട്. 300 സ്റ്റെപ്സ് വന്ന് ഇറങ്ങി വരാൻ പറ്റുന്ന ആൾക്കാർ മാത്രം വന്നാൽ മതി. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ കിട്ടുന്നൊരു വ്യൂ ഉണ്ടല്ലോ. യാത്രാമത്സ്യൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇപ്പോൾ നമ്മളിരിക്കുന്നത് നന്ദി ഹിൽസിലാണ്. നന്ദി ഹിൽസ് എന്നുള്ള മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദി ഹിൽസ് എക്സ്പ്ലോറിംഗ് ആണ്. നന്ദി ഹിൽസിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാൻ. അപ്പം നമ്മൾ ഇന്നലെ താമസിച്ച ഗാന്ധി നിലയ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടല്ല, ഹോട്ടലാണിത്. അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡാണിത്. അപ്പം ഇതിൻ്റെ പഴയ ബ്ലോക്കാണ് ഇത്. ടിപ്പു ഉള്ള സമയത്തുള്ളൊരു ബ്ലോക്കാണിത്. ഇതിൽ 2 ഡീലക്സ് റൂമുണ്ട്. ഇതിൻ്റെ ഫുൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതാണ് പുതിയ ബ്ലോക്ക്. നിങ്ങളിവിടെ വരുന്നതാണെങ്കിൽ പുതിയ ബ്ലോക്ക് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നന്ദി ഹിൽസിൽ നിന്ന് മെയിൻ ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ പുള്ളിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ് അമൃത സരോവരം എന്ന് പറഞ്ഞൊരു ചെറിയൊരു പോണ്ട് ഉണ്ട് ഇവിടെ. നന്ദി ഹിൽസിൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു അമൃത സരോവരം എന്ന് പറഞ്ഞൊരു ചെറിയൊരു കുളമാണിത്. അപ്പോൾ നന്ദി ഹിൽസിലേക്ക് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ വെള്ളവും കാര്യങ്ങളും ഒക്കെ ഈ ഒരു കുളത്തിൽ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്. ഒരുപാട് മീനൊക്കെ ഉണ്ട്, നല്ല അടിപൊളി, നല്ല വലിയ വലിയ മീൻ കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ഈ മീൻ എന്തോ പേര് പറയാൻ നല്ല അക്യൂരക്സൊക്കെ ഇട്ട് വളർത്തുന്നൊക്കെ സാധനമാണ്. അപ്പോൾ ഈ ചൈനീസ് വീഡിയോയിലൊക്കെ നമുക്ക് അധികം കാണാം. അതുപോലത്തെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. കാണുന്നുണ്ടോ, നല്ല വലിയ മീനൊക്കെ ഉണ്ട്. റെഡ് കളർ, വൈറ്റ്, ബ്ലാക്ക്, അങ്ങോട്ടൊക്കെ ഒരുപാട് മീനിനെ കാണാം. ഈ ക്യാമറയിൽ സൂം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് അമൃത സരോവരം. ഇതൊക്കെ നമ്മൾ ടിപ്പുയുടെ കാലത്ത് ഉണ്ടാക്കിയൊരു കുളമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാം. അമൃത സരോവരം വാസ് മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ ഫോർ നന്ദി ഹിൽസ് ഇൻ ദവാൻ ഓഫ് മൈസൂർ ഇമ്പോർട്ടഡ് ദിസ്. ഓക്കെ, മൈസൂർ രാജാവ് ഉണ്ടാക്കിയ ഒരു കുളമെന്നൊക്കെയാണ് പറഞ്ഞത്. ടിപ്പു സുൽത്താനല്ല, സോറി, അമൃത സരോവര. ഓക്കെ, ഇവിടെ എന്തൊക്കെയോ ഇങ്ങനെ ക്ലൈംബിങ് ആൻഡ് സിറ്റിംഗ് ഫോർട്ട് വാൾ ഈസ് സ്ട്രിക്ട്ലി. അതായത് നമുക്കിപ്പം ഈ ഇതിൻ്റെ മുകളിൽ ക്ലൈംബ് ചെയ്യുന്നതോ ഇവിടെ ഇരിക്കുന്നതോ അഥവാ കുളിക്കുന്നതോ എല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പം അതുകൊണ്ടായിരിക്കാം ഇത്രയും വൃത്തിയും മനയോടെ ഇരിക്കുന്നത്. എന്തായാലും നമ്മൾ അമൃത സരോവരം കഴിഞ്ഞു. ഇനി നമുക്ക് ടിപ്പുവിൻ്റെ പാലസ് ഉണ്ട്, അതുപോലെ അമ്പലം കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായി കാണാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ടിപ്പു സുൽത്താൻ സമ്മർ പാലസിലാണ്. അപ്പോൾ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ നമ്മൾ അമൃത സരോവരം കണ്ടു. നെക്സ്റ്റ് ടിപ്പു സുൽത്താൻ സമ്മർ പാലസ്. അതായത് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ടിപ്പു സുൽത്താൻ സമ്മർ പാലസ് എന്നൊക്കെ. ഒക്കേഷണലി യൂസ്ഡ്, ഓൺലി സമ്മർ ടൈം വരുമ്പോൾ മാത്രം ഇവിടെ വന്ന് താമസിക്കാനുള്ളൊരു കൊട്ടാരമാണ് ഇതായത്. നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ ആകെ ഇടിഞ്ഞു പൊഴിഞ്ഞ് വീഴാറായി. കൂടാതെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മുമ്പ് തന്നെയായി ഒരു വലിയൊരു മരം ഉണ്ട് കേട്ടോ. ആ മരമാണ് ഇതിൻ്റെ അട്രാക്ഷൻ. എന്താണെന്നറിയില്ല, നമ്മളെ ഗവൺമെൻറ്റൊക്കെ ഇതൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ട്രാവൽ ഡെസ്റ്റിനേഷൻ ആയിരുന്നു. പക്ഷെ എന്തോന്നറിയില്ല, നമ്മളെ ഗവൺമെൻറ്റൊക്കെ ഇതൊന്നും ചരിത്ര സ്മാരകങ്ങളാക്കി വെക്കാതെ എല്ലാം ഇടിഞ്ഞു പൊഴിഞ്ഞാൻ കാത്തിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയില്ല. അപ്പം ഇതുവഴി ഇങ്ങനെ പോകാനുണ്ട്. ഓർമ്മയിൽ ഇനിയൊരു സ്ഥലമില്ല എഴുതാൻ ബാക്കി, അത്രയും വൃത്തികേടാക്കി എഴുതിയിട്ടിട്ട് വെച്ചിരിക്കുക. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പം നമ്മളിങ്ങനെ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വ്യൂ എന്ന് വെച്ചാലുണ്ടല്ലോ, എൻ്റയർ നമുക്ക് ബാംഗ്ലൂർ എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ ദൊഡ്ബലാപൂരിൻ്റെ ഒക്കെ സൈഡായിട്ട് വരും. നല്ലൊരു അടിപൊളി വ്യൂ പോകാൻ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അവിടെ നല്ല വലിയ വലിയ മരമുണ്ട്. എന്താ മരം എന്നറിയില്ല, നമുക്ക് താഴെ പോയി നോക്കാം. താഴെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ആ അമ്പലത്തിലേക്ക് നമുക്ക് പോയി നോക്കാം. എന്താണ് അമ്പലത്തിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ ഭദ്രകാളമ്മ ശ്രീ ഗവി വീരഭദ്ര സ്വാമി ടെമ്പിൾ, അങ്ങനെ ടെമ്പിളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്കെന്തായാലും താഴെ പോയിട്ട് നോക്കാം. നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോയി ഇങ്ങനെ ചുറ്റി വന്ന് ഇപ്പോൾ നമ്മൾ ഇതുവഴി ഇത്രയും 300 സ്റ്റെപ്സ് ഉണ്ട്. 300 സ്റ്റെപ്സ് വന്ന് ഇറങ്ങി വരാൻ പറ്റുന്ന ആൾക്കാർ മാത്രം വന്നാൽ മതി. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ കിട്ടുന്നൊരു വ്യൂ ഉണ്ടല്ലോ, വാവ്, റിയലി ഓസം, അടിപൊളി, ഒന്നും പറയാനില്ല. നല്ല ചെറിയായിട്ട് ഫോഗൊക്കെ കാണാം. അങ്ങോട്ടൊക്കെ ചെറുതായിട്ട് മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്.
താഴ്വരയാണെങ്കിൽ അതിനേക്കാട്ടും നല്ല രസമുണ്ട്, നല്ല അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ ഇതൊരു അമ്പലമാണ്. അമ്പലം ഏകദേശം 70 അടി ഹൈറ്റിലുള്ള ഒരു പാറേൻ്റെ ചോടിലുള്ള ഒരു അമ്പലമാണ്. ഇത് 1376 ഒരു രാജാവ് പണി കഴിപ്പിച്ചാന്നൊക്കെയാണ് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. 1397 കണ്ണപ്പയ്യ എന്ന് പറഞ്ഞൊരു കണ്ണപ്പയ്യ സൺ ദേവരപ്പയ്യ അങ്ങനെ എന്തൊക്കെ ഉണ്ട്. ഓക്കെ, അതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ പണിത ഒരു അമ്പലമാണ്. ഇത്രയും 70 അടീൻ്റെ ചുവട്ടിൽ ഒരു ചെറിയൊരു അമ്പലം. വാ നമുക്ക് നോക്കാം. അമ്പലം തുറന്നിട്ടുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല, നമുക്ക് ചോദിച്ചു നോക്കാം ആരോടെങ്കിലും. അമ്പലം കണ്ടിട്ട് പൂജ നടക്കുന്നൊരു അമ്പലം പോലെയൊക്കെ തോന്നുന്നുണ്ട്. അമ്പലം ഓപ്പൺ ഉണ്ട്. അമ്പലം ഇവിടെ ഓപ്പൺ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അമ്പലവും കാര്യങ്ങളൊക്കെ വരാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്കിത് കാണാം. എല്ലാം നോക്കി മേലെ നോക്കി നിങ്ങൾ അടിപൊളിയല്ല. ഇങ്ങനെ മോൾ നോക്കുമ്പോൾ എന്തൊരു ഫീലിംഗ് അറിയാമോ? കിട്ടു ഇവിടെ ഇങ്ങനെ ഒരു ബീം സ്ലാബ് സ്ട്രക്ചർ പോലെ കരിങ്കല്ലിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പാളിയായിട്ട്. ഇവിടുന്ന് കിട്ടുന്ന വ്യൂ ആണെങ്കിൽ അതിലേറെ സൂപ്പർ കേട്ടോ. സൂം ചെയ്യാൻ പറ്റാത്ത ഒറ്റൊരു കുഴപ്പം മാത്രമേ എൻ്റെ ഈ ഗോപ്രോയിലുള്ളൂ. നല്ല അടിപൊളി വ്യൂസ്, നല്ല രസമല്ലേ? എന്ത് രസമറിയാം അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ. കിട്ടു ഇവിടെ ഇങ്ങനെ എന്തോ ഒരു ഡോറൊക്കെ കാണുന്ന ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ പഴയ അമ്പലത്തിൻ്റെ എന്തെങ്കിലും ഭാഗങ്ങളായിരിക്കും. അപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും ഇല്ലയെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അങ്ങ് താഴെ വരെ നമുക്ക് പോവാം. താഴെ അവിടെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും താഴോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മൾ 3rd ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് സ്റ്റോൺ ടെമ്പിൾ. ഞാനിപ്പോൾ പേരിട്ടാണ് സ്റ്റോൺ ടെമ്പിളിന്. ചുമരൊക്കെ നോക്കി നല്ല ഡിസൈനാക്കി വെച്ചിട്ടോ. ഇവരൊക്കെ എന്താ വേണ്ടത്? ഇനിയിപ്പോൾ ഇതിലൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് ആൾക്കാർ വീണ്ടും കൊത്തി ഉണ്ടാക്കാത്ത കേട്ടോ. അല്ലെങ്കിൽ വീണ്ടും ഇതിൽ എന്തെങ്കിലും കൊത്തി ഉണ്ടാക്കിയാണേ. അപ്പം എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കിനി മുകളിലേക്ക് പോവാം. സോ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ഫുൾ സ്ട്രക്ചറിൽ. ഇവിടെ ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് അമ്പലത്തിൻ്റെ. നമുക്കിപ്പോൾ അത്ര ഒരു വ്യൂ, ഒരു ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വീഡിയോ ഒക്കെ എടുക്കാമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. ഓൾറെഡി തളർന്ന് പണ്ടാരടങ്ങിയിരിക്കുക. ഇനിയിപ്പോൾ 400 സ്റ്റെപ്സ് കയറി ഇറങ്ങണം. അപ്പം നന്ദി ഹിൽസിൻ്റെ മെയിൻ റോഡിലാണ് ഉള്ളത്. അപ്പം ഇവിടെ നമ്മൾ വണ്ടിയുടെ നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പോകാമെന്ന് വെച്ചു. ഈ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും കേട്ടോ. അപ്പം ആ ഭാഗം നിങ്ങൾക്ക് അറിയായിരിക്കും. ആ ഭാഗത്താണ് മെയിൻ എൻട്രീന് താഴെയാണത്. ആ താഴ്ഭാഗത്താണ് ബൈക്കുകളും മറ്റുമൊക്കെ പാർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ബൈക്ക് എൻട്രീസ് ഇല്ല, കാർ മാത്രമേ എൻട്രീസ് ഉള്ളൂ. കാറിന് 150 അങ്ങനെ എന്തോ ഒന്ന് റേറ്റ് വരുന്നുണ്ട്. ബൈക്ക് അവിടെ പാർക്ക് ചെയ്യാൻ 20 രൂപയോ 30 രൂപയോ അങ്ങനെ എന്തോ അത് വേറെ ചാർജ് ഉണ്ട്. അത് ഇപ്പോഴും ക്യാൻസലാക്കിയെന്നൊക്കെ പറഞ്ഞറിയില്ല. ഓക്കെ, എന്തായാലും ഈ ഒരു വ്യൂ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങ് അവിടെ കാണാം. ടിപ്പു ഡ്രോപ്പ് ആണെന്ന് തോന്നുന്നത്. നമുക്ക് അവിടെ പോകാം. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അവിടത്തേക്കാണ്. അപ്പം നല്ല അടിപൊളി സ്ഥലമുണ്ട് കേട്ടോ. ഇത് വ്യൂ അറിയോ? ഇവിടെ ഇങ്ങനെ കുറേ നിൽക്കാൻ നല്ല രസമുണ്ട്. നല്ല അടിപൊളി കാലാവസ്ഥ. വെയിലുണ്ടെങ്കിലും അത്ര ചൂടില്ല. നന്ദി ഹിൽസ് ഓൾവേസ് എപ്പോഴും തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമ്മളെ വണ്ടീൻ്റെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളിടുന്നതായിരിക്കും. അതേപോലെ നന്ദി ഹിൽസിലെ മറ്റൊരു അട്രാക്ഷനാണ്, നിങ്ങൾക്ക് കാണാം ഇവിടെ ഇങ്ങനെ ബാമ്പു കൊണ്ടുണ്ടാക്കി ഇങ്ങനെ ഒരു സ്ട്രക്ചർ. പക്ഷെ അതൊക്കെ ഫുള്ള് പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൽ ഇരിക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല, കാരണം ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. കാരണം ഒന്നും മെയിൻ്റനൻസ് ചെയ്യാതെ അങ്ങനെ ഇട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ഇങ്ങനെ പണ്ടൊക്കെ ഞാൻ വരുമ്പോൾ ഈ ഒരു സ്റ്റെയർ കേസിലൂടെ മുകളിൽ കയറി ഇങ്ങനെ ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ നടക്കാമായിരുന്നു. ഇതിൻ്റെ റൂഫൊക്കെ ഉണ്ടായിരുന്നു. ചിലതിനൊക്കെ റൂഫ് ഇപ്പോൾ ഉണ്ട്, മുള കൊണ്ടുണ്ടാക്കിയ. പക്ഷേ എല്ലാം ദ്രവിച്ച് ഫുള്ളായി പോയിരിക്കുകയാണ്. ഇപ്പം ഇതിനായിട്ടല്ല ഇങ്ങനെ ഈ ഒരു മരം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പണ്ട് ഞാൻ ഒരു കാലം കുറേ കേട്ടോ. അപ്പോൾ പണ്ട് ഞാൻ വന്നൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ കയറി ഈ മരത്തിനെ ചുട്ടക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയാണ്. ചെറിയ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കളിക്കാനുള്ള സീസോ കാര്യങ്ങൾ അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മൊത്തമായിട്ടും മങ്കീസിൻ്റെ ഒരു കൂടാരം തന്നെയാണ് കേട്ടോ. അപ്പം ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങി വരുന്ന ആൾക്കാർ വളരെ സൂക്ഷിച്ചൊക്കെ വരിക. ഇവിടെ ഭക്ഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ കുരങ്ങന്മാർ തട്ടിപ്പറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇതൊക്കെ ദ്രവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കൊന്നും നമ്മളിപ്പോൾ കയറുന്നില്ല.
അപ്പം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. നമ്മൾ നടന്ന് ഇപ്പം ഒരു നദിയുടെ ഉത്ഭവ സ്ഥാനമുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ 2 നദിയുടെ ഉത്ഭവ സ്ഥാനമുണ്ട്. അപ്പോൾ അതിൽ പാലാർ നദിയുടെ ഒരു ഉത്ഭവ സ്ഥാനമാണ് ഇവിടെ ഉണ്ട്. അപ്പം ഇവിടെ വെള്ളം ഉണ്ടാവോ ഒന്നും അറിയില്ല, നമുക്ക് പോയി നോക്കാം. വെള്ളം ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം നേരത്തെ ഇവിടെ ഒരു ഗൈഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈഡ് പറഞ്ഞ പ്രകാരം അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട്, അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, ഒരു ശിവൻ്റെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ശിവൻ്റെ അമ്പലം എന്നൊക്കെ പറയാൻ പറ്റില്ല, പക്ഷേ ശിവൻ്റെ ഒരു ഇതുണ്ട്, ഒരു ലിംഗമുണ്ട് ഇവിടെ. കൂടാതെ ഉള്ളിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ ആ മലകളിൽ നിന്ന് ഇങ്ങനെ വേരുറവയിൽ ഇങ്ങനെ വെള്ളം വരും. ആ വെള്ളം സൗണ്ട് ആക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ആ വെള്ളം ഇതുവഴി നേരെ ഇവിടത്തേക്ക് വീണ് ഇവിടുന്ന് നേരെ ആന്ധ്രാപ്രദേശ് വഴി നേരെ ബേ ഓഫ് ബംഗാളിലേക്ക് വീഴും എന്നാണ് ഇവിടുത്തെ നമ്മളെ ഗൈഡ് പറഞ്ഞത്. പാലാർ നദി. ഓക്കെ, പൊതുവേ ഈ നദികൾ ബാംഗ്ലൂരില്ല കർണാടകക്കാർക്ക് ഈ നദികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ഭവ സ്ഥാനം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ദൈവസ്ഥാനത്തിന് തുല്യമാണ്. അതായത് ദൈവങ്ങളെ പോലെ പൂജിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നന്ദിൻ്റെ ഒരു ചെറിയൊരു സ്റ്റാച്യൂവും ഒരു ശിവൻ്റെ ലിംഗമൊക്കെ. നമ്മൾ തലക്കാവേരി പോയൊക്കെ കണ്ടായിരുന്നു. തലക്കാവേരി നിങ്ങൾ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ സൂണ ഇടുന്നതായിരിക്കും. പഴയൊരു വീഡിയോ ആണ്, അത് വേണമെങ്കിൽ ഞാനൊക്കെ ഒന്നും കൂടി വേണമെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഇടാം. അപ്പോൾ ആ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. തലക്കാവേരി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കാവേരിയുടെ ഉദ്ഭവ സ്ഥാനമായിരുന്നു. അപ്പോൾ ആ കാവേരിയുടെ ഉദ്ഭവ സ്ഥാനത്തിന് ഇവർ ഇതേപോലെ തന്നെ ഒരു ദൈവത്തിൻ്റെ ഒരു അമ്പലമൊക്കെ ആയി തലക്കാവേരി അമ്പലമൊക്കെ ഉണ്ട് അവിടെ. ഞാൻ പോയായിരുന്നു, നല്ലൊരു സ്ഥലമാണ്, നിങ്ങൾക്ക് പോയി നോക്കാം. ഇന്നലെ നമ്മൾ ഭക്ഷണം കഴിച്ച സ്ഥലമായത് മയൂര പിൻ ടോപ്പ് റെസ്റ്റോറൻറ്റ്. നമുക്ക് മയൂര പിൻ ടോപ്പ് റെസ്റ്റോറൻറ്റ്, അവിടെ നിന്നുള്ള വ്യൂസ് നല്ല അടിപൊളി വ്യൂസ് അങ്ങോട്ടേക്ക്. നമ്മുടെ വ്യൂ പോയിൻ്റ് തൊട്ട് സൈഡിലാണുള്ളത്. നിങ്ങളറിയുന്ന ഓരോ പ്ലാസ്റ്റിക് ഇതുപോലത്തെ നമ്മളെ കുരങ്ങമ്മൻ്റെ കയ്യിൽ കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ബോട്ടിൽ, ആ ബോട്ടിൽ കടിച്ചൊന്നും വേണ്ട. ഇത് അതിൻ്റെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അത് മരിച്ചു പോകും, സ്വാഭാവികമായിട്ടും മരിച്ചു പോകും. അപ്പം ഇതുപോലത്തെ വാട്ടർ ബോട്ടിലും ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇവിടെ വലിച്ചെറിയാതിരിക്കുക. ഓക്കെ, അത്രയും പറയാൻ പറ്റും. ഓടി മഞ്ഞ് വന്നട്ടാ, ഓടി മഞ്ഞ് വന്ന് നല്ല മൂടി നിൽക്കുന്നുണ്ട് ചെറുതായിട്ട്. ഈ ഒരു സ്ട്രക്ചർ നല്ലോണം ചെയ്തിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ കേരളത്തിലുള്ള ട്രാവൽ ഡെസ്റ്റിനേഷൻ പ്ലേസിൽ ഇങ്ങനെ ചെയ്യണമായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നല്ല MS സ്ട്രക്ചർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മളെ വ്യൂ പോയിന്റിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറൊരാളില്ല. അല്ല രസാലേ, നല്ലോണം ഫോഗൊക്കെ ഇങ്ങനെ മെല്ലെ വരുന്നുണ്ട്. എന്നാലും ഒന്ന് എനിക്കിവിടെ സൺസെറ്റ് കാണാൻ വരുമ്പോൾ ഞാനൊന്നും കാണുന്നേ ഉണ്ടായിരുന്നില്ല. ഈ ടൈമിൽ തന്നെ ഇപ്പം സമയം ഏകദേശം 4 മണി ആവുന്നേ ഉള്ളൂ. 4 മണിക്ക് തന്നെ ഏകദേശം ഫോഗൊക്കെ വന്നു തുടങ്ങി. അപ്പം സൺസെറ്റ് എന്ന് പറഞ്ഞ സംഭവം ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റുന്ന കാര്യം കഷ്ടമാണ്. കാരണം മഞ്ഞുകൾ ഉണ്ടാകുമ്പം ഈ സൺസെറ്റ് കാണാൻ പറ്റിയില്ല, അതാണ് ഇതിൻ്റെ പ്രശ്നം. വ്യൂ പോയിൻ്റ് തൊട്ട് ബാക്കിലായിട്ട് ഇവിടെ ഒരു അമ്പലമുണ്ട്, നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. ഓക്കെ, നല്ല അടിപൊളി അമ്പലമാണ്. ഒരു ചെറിയൊരു പോണ്ടുണ്ട് നടുക്ക്, ഒരു ചെറിയൊരു കുളം, അതൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. ഫ്ലോറിംഗ് ഒക്കെ നല്ല തണുത്ത് പറക്കുന്നല്ലേ. എന്ത് രസം. ഇപ്പം നല്ല വെയിൽ നല്ല ഇങ്ങനെ ഉദിക്കുന്നുണ്ട്. ആ ടൈമിന് ഫ്ലോറിങ് നല്ല തണുപ്പ് കേട്ടോ. നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി. ഫോട്ടോഗ്രാഫി പെർമിറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും നമ്മളെടുക്കാം. എവിടെയും ഒന്നും എഴുതിയൊന്നും കാണുന്നില്ല. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന് വേണ്ടിയിട്ട് പുള്ളിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ സോഷ്യൽ ഡിസ്റ്റൻസിന് ആൾക്കാർ വേണ്ടേ. ഈ അമ്പലത്തിൽ മൊത്തം മറ്റേ പഴയ കാലത്തുള്ള കല്ലുകൾ വെച്ച് മാത്രം ചെയ്ത ബിൽഡിംഗ് ആട്ടോ. അമ്പലത്തിൻ്റെ സ്ട്രക്ചറൊക്കെ കണ്ടാൽ മനസ്സിലാവും. വെറും കല്ലുകൾ മാത്രമേ ഉള്ളൂ. കല്ലുകൾ കൂട്ടി വെച്ചിട്ട് ഒരു അമ്പലമാക്കി മാറ്റി. ചെറിയൊരു കുളമുണ്ട്, ചെറിയൊരു കുളം. കാലൊന്നും കഴുകാൻ പറ്റില്ല, ഇറങ്ങുന്നത് അലൗഡല്ല. സോ ഇതാണ് അമ്പലത്തിൻ്റെ കുളം. നമ്മളവിടെ നേരത്തെ കണ്ട അമ്പലത്തിൻ്റെ ബാക്ക് സൈഡായത്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഒരു അടിപൊളിയാട്ടോ. നന്ദി ഹിൽസിലെ വ്യൂ പോയിന്റിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രില്ല് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവും. നന്ദി ഹിൽസിൽ വന്ന ആൾക്കാർ ഇവിടെ നിലവിലായി നിൽക്കും. സൺസെറ്റ് ഈ ഭാഗത്താണുള്ളത്. അപ്പം നല്ല സ്ഥലമാണ്. അങ്ങനെയുള്ള വ്യൂ അടിപൊളിയാട്ടോ. നല്ല കിട്ടു വ്യൂ ഇടുന്ന് കാണാം. നല്ല മഞ്ഞ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ സൺസെറ്റ് എന്തായാലും കാണാൻ പറ്റില്ല. അപ്പോൾ സൺസെറ്റിന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ അടുത്ത പരിപാടിക്ക് നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. നമ്മളിപ്പോൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്, അതായത് ടിപ്പു ഡ്രോപ്പ്, അതുപോലെ അങ്ങനെ 1-2 ഡെസ്റ്റിനേഷൻ കൂടി ബാക്കിയുണ്ട്. അരക്കാവതി റിവറിൻ്റെ ഒറിജിൻ പോയിൻ്റ്, അങ്ങനെ 1-2 ലൊക്കേഷൻ ബാക്കിയുണ്ട്. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ പോവാണ്. അപ്പം ഇതാണ്
നമ്മളെ വേറൊരു വ്യൂ പോയിന്റ്, നല്ല വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ ഒന്നും കിട്ടില്ല കേട്ടോ, ഒന്നുകൂടി കണ്ടോ. ഹായ്, അപ്പോൾ നന്ദി ഹിൽസിലെ മെയിൻ ഡെസ്റ്റിനേഷനായ ടിപ്പു ഡ്രോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ടിപ്പു അവരുടെ പ്രിസണേഴ്സിനെയും അതുപോലെ ശത്രുക്കളെയൊക്കെ എറിഞ്ഞു കൊന്നതെന്നാണ് നമ്മളെ ഹിസ്റ്ററിയിലൊക്കെ വായിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ദ ഫേമസ് പ്ലേസ് ഫ്രം വേർ ടിപ്പു സുൽത്താൻ യൂസ് ടു ത്രോ പ്രിസണേഴ്സ്, സ്കൾപ്ചേഴ്സ്, കൾപ്രിറ്റ്സ്, എനിമീസ്. ഇറ്റ്സ് 600 അടി താഴ്ചയുണ്ട് ഈ ഒരു ഡ്രോപ്പ് എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് അറിയില്ല, നല്ല സ്റ്റീപ്പായിട്ടുള്ള ഡ്രോപ്പാട്ടോ. ഇവിടുന്ന് ഇത്രേ കാണാൻ പറ്റുന്നുള്ളൂ, ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് ടിപ്പുവിൻ്റെ ഡ്രോപ്പ്. ഇപ്പോൾ നമ്മൾ നേരത്തെ അവിടെയായിരുന്നു വണ്ടി നിർത്തിയിട്ട് നമ്മൾ കാർ നിർത്തിയിട്ട് ഇങ്ങോട്ടേക്ക് സംസാരിച്ചിട്ടുണ്ടായില്ല, അത് അവിടെയായിരുന്നു. അപ്പം 600 അടി താഴ്ചയുണ്ട് ഇവിടുന്ന്, 600 അടി താഴ്ചയുള്ള സ്ഥലത്ത് നോക്കിയാൽ ഓൾറെഡി നല്ലോണം മഞ്ഞൊക്കെ കെട്ടി നല്ല ഉഷാറായിട്ട് വരുന്നത്. സൺസെറ്റ് ആകുമ്പോൾ ഇനിയും ടൈമുണ്ട്, ഇനി 1 മണിക്കൂറും കൂടി എടുക്കും. അപ്പോഴത്തേക്ക് ഫുള്ളായിട്ട് മഞ്ഞ് വന്ന് ഇവിടെ മഞ്ഞ് വന്ന് ഫുള്ള് കവറാവും. അതുകൊണ്ട് നമ്മൾ എസ്കേപ്പ് ആയി. ഇനി ഒരു അറക്കാവതി റിവറിൻ്റെ ഒരു ഉദ്ഭവ സ്ഥാനം കൂടിയുണ്ട്, ആ സ്ഥാനം കൂടി കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് ആവും. അപ്പം ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളെല്ലാം വളരെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമുക്ക് അർക്കാവതി റിവറിലേക്ക് പോകാം. നമ്മൾ അർക്കാവതി റിവറിൻ്റെ ഉദ്ഭവ സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. സോ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് അർക്കാവതി റിവറിൻ്റെ ഉദ്ഭവ സ്ഥാനം. അപ്പം ഇവിടുന്ന് ഇങ്ങനെ മണ്ണിനടിയിലോട്ട് പോയി ഏതോ റിവറിലേക്ക് ചേരുന്നു എന്നൊക്കെയാണ് ഇവിടുത്തെ ഹിസ്റ്ററി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്, ഗൂഗിൾ പറഞ്ഞ കേട്ടോ. അപ്പം നല്ല രസമുണ്ടല്ലോ കാണാൻ. സോ അർക്കാവതി റിവറിൻ്റെ ഉദ്ഭവ സ്ഥാനം ഈ ഗോപ്രോയിലൂടെ കാണുമ്പോൾ ഈ പച്ച ഈ വെള്ളത്തിലൊക്കെ നല്ല രസമുണ്ട് കാണാൻ, നല്ല അടിപൊളി ലുക്കായിരിക്കുന്നുണ്ട്, നല്ല രസമുണ്ടല്ലേ. ഇതാണ് അർക്കാവതി റിവറിൻ്റെ ഉദ്ഭവസ്ഥാനം. അവിടെ എവിടെയായിരുന്നു നമ്മൾ നേരത്തെ പോയ ടിപ്പു ഡ്രോപ്പ്, കുറച്ച് അങ്ങോട്ടേക്ക് പോകണം. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ വഴി കാണുന്നുണ്ട്, ഇതൊക്കെ പോകുമ്പോൾ ഒരു കാട്ടിലേക്ക് പോകുന്നൊരു വഴി പോലെയുണ്ട്. അപ്പം എന്തായാലും നമ്മളെ ഡെസ്റ്റിനേഷനൊക്കെ നന്ദി ഹിൽസിൻ്റെ ഡെസ്റ്റിനേഷനൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പം ഞാൻ എന്തെങ്കിലും വിട്ടുപോയോ എന്ന് എനിക്കറിയില്ല. നമ്മളെ എൻട്രി പോർഷൻ ഒന്നുകൂടി ഞാൻ പോകുന്ന വഴിക്ക് ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പം ഇവിടെ വെച്ച് നമ്മളെ നന്ദി ഹിൽസിൻ്റെ ഡെസ്റ്റിനേഷൻ എല്ലാം നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പോൾ വീഡിയോയുടെ സൈൻ ഓഫ് ചെയ്യാണ്. ബൈ.